ഹനുമാനെ വരച്ചാലോ? കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഹനുമാനെ വരയ്ക്കണമെന്ന്. അങ്ങനെ ഞാൻ നെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന ഒരു പടം ഞാൻ റെഫറൻസ് ആയിട്ട് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് ഞാൻ കുറേ ദിവസം മുമ്പേ വെച്ചേക്കുക. പിന്നെ വരയ്ക്കാനുള്ള മടി. അങ്ങനെ ഞാൻ ഇന്ന് എന്തായാലും വരച്ച് തീർക്കണമെന്നുള്ളൊരു പ്ലാനോടെ എടുത്തു വരയ്ക്കാനായിട്ട്. അപ്പം പെൻസിൽ വെച്ചിട്ടാണ് ആദ്യം ഔട്ട്ലൈനൊക്കെ വരച്ചത്. പിന്നെ അത് ഞാനൊരു കറുത്ത ജെൽ പേന കൊണ്ട് ഒന്നും കൂടി ഡാർക്കൻ ചെയ്ത് വരയ്ക്കുകയാണ് ഇപ്പോൾ. ജെൽ പേന കൊണ്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ഇത് പെട്ടെന്ന് സ്മഡ്ജ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ ഡിഗ്രിയും PG ഒക്കെ ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റെക്കോർഡ് എഴുതേണ്ടത് ഞങ്ങൾക്ക് ജെൽ പേന വെച്ചിട്ടാണ്, ബ്ലാക്ക് ജെൽ പേന. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് സ്മഡ്ജ് ആയാൽ പോലും ആ പേപ്പർ മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് വരച്ചാലും ഇത് പെട്ടെന്ന് എന്ത് ചെയ്യും, സ്പ്രെഡ് ആകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ നല്ല സൂക്ഷിച്ച് വേണം വരയ്ക്കാൻ. പിന്നെ നമ്മൾ ഈ ഔട്ട്ലൈൻ വരച്ചിരിയൊക്കെ ഡിഫറൻസ് ഒക്കെ വന്നാലും നമുക്ക് ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്താണ് ഡിഫറൻസ് വന്നേക്കെ നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഏകദേശം ഒരു ഔട്ട്ലൈനൊക്കെ പൂർത്തിയാക്കാൻ പോവുകയാണ്. ഞാൻ ഈ റെഫറൻസ് എടുത്ത പിക്ചർ ഒരു സ്റ്റെൻസിൽ ആർട്ട് പോലെയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിരുന്നു എടുത്തത്. അപ്പം കൂടുതൽ ഷെയ്ഡിങ് ആണ്. അപ്പം ഞാൻ ആദ്യം ഇത് ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്ലാക്ക് സ്കെച്ചാണ് എടുത്തത്. പക്ഷേ ഈ സ്കെച്ച് അധികം നല്ലതല്ല യൂസ് ചെയ്യാനായിട്ട്, കാരണം നമ്മുടെ പേപ്പർ പെട്ടെന്ന് ഡാമേജ് ആകുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് അത് വരച്ച് നോക്കി. അതും ഈ ഇത്രയും പോർഷൻ ഷെയ്ഡ് ചെയ്യുന്നതുകൊണ്ട് കുറേ ടൈം കൺസ്യൂമിങ്ങും ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ സ്കെച്ചൊക്കെ മാറ്റിയിട്ട് മാർക്കർ എടുത്തു. ഞാൻ യൂസ് ചെയ്ത മാർക്കറല്ല ശരിക്കും വേണ്ടത്, വേറൊരു മാർക്കറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ അപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാർക്കറേ ഉള്ളായിരുന്നു. ആ മാർക്കർ വെച്ചിട്ടാണ് ഞാൻ ബാക്കി ഭാഗമെല്ലാം ഷെയ്ഡ് ചെയ്തത്. പെൻസിൽ ഡ്രോയിങ്ങിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു സ്റ്റൈൽ ഡ്രോയിങ് ആണ്. കാരണം ഒരു ഔട്ട്ലൈൻ നമുക്ക് നന്നായിട്ട് വരച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ ആ ഒരു പോർഷൻസ് ഷെയ്ഡ് ചെയ്യേണ്ട പോർഷൻസ് ഷെയ്ഡ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് കുറച്ചും കൂടെ സിമ്പിളായിട്ടും കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. പക്ഷേ ഔട്ട്ലൈൻ വരയ്ക്കണം, അത് കുറച്ച് പ്രയാസമാണ് കേട്ടോ. ഞാനങ്ങനെ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ യൂട്യൂബിലൊക്കെ പല ആർട്ടിസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അവർ ഈ പലതരത്തിലുള്ള ടൂൾസ്, പലതരത്തിലുള്ള പെൻസില്, സ്കെച്ച്, മാർക്കർ, പിന്നെ പല ടൂൾസൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ പടം വരയ്ക്കുന്നത്. അപ്പം ചിലതൊക്കെ നന്നാവാറുണ്ട്, ചിലതൊക്കെ മോശമാകാറുണ്ട്. പിന്നെ നമ്മളൊരു പടം വരച്ചിട്ട് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിലോട്ട് എത്തുമ്പം നമുക്കൊരു സന്തോഷവും സംതൃപ്തിയൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ ഈ ഒരു പടവും എനിക്ക് ഏകദേശം വരച്ച് തീരാറായപ്പം ആ ഒരു രൂപത്തിലോട്ട് എത്തിയെന്ന് തോന്നി. ഇനിയിപ്പോൾ ഈ ഒരു കണ്ണിൻ്റെ ഭാഗം കൂടിയുള്ളായിരുന്നു ഷെയ്ഡിങ്. അപ്പോഴേ എനിക്ക് ഏകദേശം ഞാൻ ഉദ്ദേശിച്ചൊരു രൂപത്തിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. പിന്നെ ഇത് വരച്ച് കഴിയുമ്പോൾ അങ്ങിങ്ങായിട്ട് ഈ വെള്ള ഗ്യാപ്പുകൾ കാണും. അത് നമുക്ക് ജെൽ പേനയൊക്കെ വെച്ചിട്ട് നമുക്കത് കവർ ചെയ്യാം. സ്കെച്ചോ ജെൽ പേനയൊക്കെ ഉപയോഗിച്ച് ആ വെള്ള പോർഷൻസ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇതിനകത്തും ഉണ്ട് അങ്ങനെയുള്ള കുറച്ച് ഗ്യാപ്പുകൾ. അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് ജെൽ പേന വെച്ച് അതും കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഹനുമാനെ വരച്ചു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ.